ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡേ ആണ്. നമ്മുടെ ബാബുവേട്ടൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നേരെ പോയത് അമ്പലത്തിലേക്കാണ്. മാനികാവ് ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നമ്മൾ വഴിപാടൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അത് നമ്മൾ ചന്ദനമൊക്കെ വാങ്ങി അതിന് ശേഷം അത് നമ്മൾ സർപ്പക്കാവിലേക്ക് പോയിട്ടോ. അവിടെയും പ്രാർത്ഥിച്ച് എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നതിന് ശേഷം വീഡിയോ ഒക്കെ എടുത്തു. കുഞ്ഞൂസിൻ്റെ വീഡിയോയിലേക്ക് കിട്ടുകയില്ല കേട്ടോ, മാറി മാറി പോവുകയാണേ. അതിന് ശേഷം ഇത് അമ്പലത്തിൻ്റെ പരിസരമൊക്കെയാണ്. ഇവിടെയൊക്കെ നല്ല വിശാലമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ടോ. പണ്ട് ഇതൊക്കെ എന്താ പറയുക, ചെറിയൊരു വയലും അതിൻ്റെ നടുക്ക് കുഞ്ഞൊരു അമ്പലമായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ചുറ്റുമതിലൊക്കെ കെട്ടി നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ തന്നെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു. ഉപ്പുമാവ്, അച്ചാർ, കട്ടൻ ചായ ആയിരുന്നു കേട്ടോ. അച്ചാർ നമ്മളെടുത്തില്ല. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവും കഴിച്ചു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒന്നുകൂടെ അത് അമ്പലത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല കല്ലൊക്കെ പതിപ്പിച്ച് നല്ല സൗകര്യമാക്കി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അമ്പലമൊക്കെ ചുറ്റും എല്ലാ പരിപാടിയും കഴിഞ്ഞ് നല്ല അടിപൊളിയാക്കി. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. സ്റ്റെപ്പ് കയറുന്ന വീഡിയോ എടുത്തേ. സ്ലോ മോഷനിൽ പോട്ടെ, സിനിമ സ്റ്റൈലിൽ. സിനിമ എന്തിനാ കുറയ്ക്കണം അല്ലേ. കുഞ്ഞുദിവസം ഞങ്ങളുടെ കൂടെ കയറിയിട്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. പുള്ളിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത്, നമ്മുടെ അടുത്ത് കുറച്ച് മുളക് ഉണ്ടായിരുന്നു കേട്ടോ, കഴുകി ഉണങ്ങി വെച്ച മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബത്തേരിക്ക് പോകുന്ന വഴി മില്ല് കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് പൊടിപ്പിക്കാൻ കയറിയതാണ്. മില്ലിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത്രയും ഹൈജീനിക് ആയിട്ടുള്ളൊരു മില്ല്. ഞാൻ ഇതുവരെ ഇത്രയും വൃത്തിയായിട്ട് പൊടിമില്ല് കണ്ടിട്ടേ ഇല്ല. അത്രയ്ക്കും വൃത്തിയാണ് കേട്ടോ. തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുള്ളൂ, പുതിയതാണ്. എന്നാൽ പോലും 1 വർഷം കൊണ്ടും എന്നും പൊടിയാകുമ്പം തന്നെ ഒരുപാട് നാശമാവും. പക്ഷേ ഇത് നല്ല വൃത്തിയായിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത് കേട്ടോ. നമുക്ക് സാധനം വേണ്ടെങ്കിൽ പോലും നമ്മൾ വാങ്ങിപ്പോവും. അത്രയും ഹൈജീനിക്കാണ്. അവിടെ എന്താ പറയുക, ഈ സ്പൈസസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ചോദിച്ചു അവരോട്. അപ്പോൾ അവർ പറഞ്ഞു അതവിടെ മസാല പൊടിച്ച് കൊടുക്കുന്നതുകൊണ്ട് അതിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അത് നല്ല വെളിച്ചെണ്ണയും അതുപോലെ തന്നെ സ്പൈസസ് അങ്ങനെയുള്ള സംഭവങ്ങൾ, എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പൊടികളെല്ലാം അവർ തന്നെ പൊടിച്ചു കൊടുക്കുകയാണ്, മസാലപ്പൊടികളെല്ലാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മുളക് പൊടിച്ച് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരി എസ് ഭാരത് വെഡ്ഡിങ് കളക്ഷൻസിലേക്കാണ് കേട്ടോ. വേറൊന്നിനുമല്ല, ബാബുവേട്ടൻ്റെ പിറന്നാളല്ലേ, അപ്പോൾ ബാബുവേട്ടനൊരു ഗിഫ്റ്റായിട്ട് ഷർട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ എസ് ഭാരതിലേക്ക് പോകുന്നത് കേട്ടോ. ഇവിടെയാണ് എൻ്റെ ആങ്ങള വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഏട്ടനെ അന്വേഷിച്ച് കയറിപ്പോവാണ് കേട്ടോ. ഇവിടെ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. കാരണം ഏട്ടനുള്ളതുകൊണ്ട് നമ്മളുടെ ടേസ്റ്റും അതിനനുസരിച്ച് നമ്മളുടെ വിലയും കൂടെ ഒത്തിണങ്ങിക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് തരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേട്ടായി ഉള്ള സമയത്താണ് ഞാൻ മിക്കവാറും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അവിടെ പോകാറ്. അങ്ങനെ നമ്മളിതാ കുറേ ഷർട്ടുകളൊക്കെ വലിച്ചിട്ട് അതിന് ശേഷം ഓരോന്നൊക്കെ ഇട്ട് നോക്കിയിട്ടോ. ഞാൻ പറഞ്ഞു ഒരുപാടൊന്നും വലിച്ചിടണ്ട, നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 2 ഷർട്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്തു കേട്ടോ. ഒന്ന് ഈ ഷർട്ടാണ്, ഒന്ന് വേറൊരു ഗ്രേ കളർ ഷർട്ട്, അത് അവിടെ ഇരിക്കുന്ന ആ ഷർട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് ഹാപ്പി 7 ഡേയ്സിലേക്ക് പോയി കുറച്ച് പർച്ചേസിന് വേണ്ടിയിട്ട്. കുഞ്ഞൂസിന് എന്താ ചെവിയിൽ വെക്കുന്നൊരു സാധനം, അത് അവൾ കുറേ നാളുകൊണ്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതും കൂടെ അവിടെ നിന്ന് സെലക്ട് ചെയ്തു. അങ്ങനെ 2 കളർ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു റോസും അതുപോലെ ഒരു ഗ്രേ കളറും. ആദ്യം നമ്മൾ റോസാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഏട്ടൻ പറഞ്ഞു റോസ് വേഗം മുഷിയും, അതുകൊണ്ട് നമുക്ക് വേറെ കളർ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഗ്രേ കളർ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം പോകുന്നു. കുഞ്ഞൂസിന് ഇത് കിട്ടിയ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് വാങ്ങിയ ഐസ്ക്രീം വണ്ടിയിൽ തന്നെ ഇരുന്ന് കഴിച്ചു. കോൺ ഐസ്ക്രീമാണ് ഞാൻ വാങ്ങിയത്. ഏട്ടൻ കുഞ്ഞൂസ് ചോക്കോബാർ വാങ്ങിയിട്ടോ. നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മൾ ഒരു ഓറഞ്ച് ജ്യൂസ് അടിച്ചു കുടിച്ചു കേട്ടോ. പുളി ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പം നമ്മൾ ഓറഞ്ച് ജ്യൂസ് അടിച്ചു കുടിച്ചു. കാരണം നല്ല വെയിലായിരുന്നു, വന്ന് കയറിയപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഓറഞ്ച് ജ്യൂസ് അടിച്ചു കുടിച്ചു കേട്ടോ. അത് അടിച്ചത് വേറെ ആരില്ല, നമ്മുടെ ബാബുവേട്ടൻ തന്നെയാണ്. അങ്ങനെ ഇതാ കുഞ്ഞൂസ് കുടിക്കുകയാണ് കേട്ടോ. കുഞ്ഞൂസ് ആദ്യം ഒന്ന് കുടിച്ചിട്ട് അയ്യോ പുളിയാന്ന് പറഞ്ഞു, എന്നാലും സൂപ്പറാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കുടിച്ചു. പിന്നെ അത് ഞാനും ബാബുവേട്ടനും കൂടെ നിന്നിട്ട് കുടിച്ചൊരു കേക്കിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ കഷ്ണം തോന്നുന്നു വായിൽ വെച്ച് കൊടുത്തിട്ടാ. പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ബാബുവേട്ടാ.
കേക്ക് കട്ടിങ് കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ വാങ്ങിയ ഷർട്ട് ഗിഫ്റ്റ് പാക്കറ്റിലൊക്കെ പൊതിഞ്ഞ് അതും കൊടുത്തു കേട്ടോ. വാവണ്ണും ഹാപ്പി, ഞാനും ഹാപ്പി. അതിനുശേഷം നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി, പിന്നെ ഷമാം ജ്യൂസും അടിച്ചു, രാത്രിത്തെ ഫുഡും കൂടെ കഴിച്ച് അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇവിടെ അവസാനിച്ചു. ആദ്യമായിട്ടാണ് ഇത്രയും ഗ്രാൻഡായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കേട്ടോ. ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും വരെ ടാറ്റാ.